ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ള ടീം എന്ന തലക്കനവുമായി എത്തിയ ഫ്രാൻസിനെ സ്പെയിൻ ഇല്ലാതാക്കി കളഞ്ഞു, തീർത്തു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഇന്ന് നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഫ്രാൻസിനെ സ്പെയിൻ പരാജയപ്പെടുത്തിയത്. സ്പെയിൻ അർഹിച്ച ഒരു വിജയമാണ് നേടിയത്. കാരണം മികച്ച പ്രകടനമാണ് സ്പെയിൻ നടത്തിയിട്ടുള്ളത്. സ്പെയിൻ 2 ഗോളുകൾ നേടിയതിനു ശേഷം മാത്രമാണ് ഫ്രാൻസ് മത്സരത്തിൽ ഒരൽപ്പമെങ്കിലും അറ്റാക്ക് നടത്തിയത്. അതുവരെ സ്പെയിൻ തന്നെയാണ് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ 22ാമത്തെ മിനിറ്റിൽ സ്പെയിനിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. അതായത് യമാലിനെ ലുക്കാസ് ഡൈൻ ബോക്സിനകത്ത് ഫൗൾ ചെയ്യുകയായിരുന്നു. അതേ തുടർന്ന് ലഭിച്ച പെനാൽറ്റി ഒയർസബാൽ ഗോളാക്കി മാറ്റി. പിന്നീട് 30ാമത്തെ മിനിറ്റിൽ സാലിബക്ക് പരിക്ക് മൂലം പുറത്ത് പോവേണ്ടി വന്നു. അത് ഫ്രാൻസിന് തിരിച്ചടി ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ആദ്യ പകുതിയിൽ സ്പെയിൻ 1 ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ സ്പെയിൻ തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. ഫ്രാൻസ് ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. പിന്നീട് 58ാമത്തെ മിനിറ്റിലാണ് പെഡ്രോ പോറോയുടെ ഒരു കിടിലൻ ഗോൾ പിറന്നത്. അതായത് പെഡ്രോ പോറോ തന്നെ നടത്തിയ മുന്നേറ്റം ഡാനി ഓൽമോ അദ്ദേഹത്തിന് തന്നെ നീക്കി നൽകുന്നു. അത് മനോഹരമായി കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പെഡ്രോ പോറോക്ക് സാധിച്ചു. അങ്ങനെ 58ാമത്തെ മിനിറ്റിൽ സ്പെയിൻ 2ാമത്തെ ഗോളിന്റെ ഒരു ലീഡും സ്വന്തമാക്കി എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമാണ് പിന്നീട് ഫ്രാൻസ് ഒരൽപ്പമെങ്കിലും അറ്റാക്ക് നടത്തിയത്. മത്സരത്തിന്റെ അവസാനത്തിൽ ഫ്രാൻസ് ഗോളുകൾക്ക് വേണ്ടി ശ്രമിച്ചു, പക്ഷെ അത് ഫലം കാണാതെ പോയി എന്നുള്ളതാണ്. ഇതിനിടയിൽ യമാലിന്റെ ഒരു തകർപ്പൻ ഗോൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് റഫറി ഓഫ് സൈഡ് വിളിച്ചുകൊണ്ട് നിഷേധിച്ചു എന്നുള്ളതാണ്. ഏതായാലും മികച്ച പ്രകടനമാണ് സ്പെയിൻ നടത്തിയത്. അർഹിച്ച ഒരു വിജയം തന്നെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന സെമി ഫൈനൽ പോരാട്ടത്തിലെ വിജയികളെയാണ് കലാശ പോരാട്ടത്തിൽ സ്പെയിനിന് നേരിടേണ്ടി വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.